ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ 4-മത്തെ ദിവസമാണ് അല്ലേ? നമ്മൾ ചലഞ്ചിൽ 4-മത്തെ ദിവസമാണ്. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളുടെ ബ്ലോക്കുകൾ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യാൻ പഠിച്ചു. 2-മത്തെ ദിവസം നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ എന്തൊക്കെയാണ്, ജനറലായിട്ടുള്ള എല്ലാത്തിനെയും കുറിച്ചുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നമ്മൾ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-മത്തെ ദിവസം നമ്മളുടെ ഇമോഷണൽ ട്രിഗേഴ്സ് ഏതൊക്കെ ഏരിയയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമുക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ ലൈഫിൻ്റെ ബ്ലോക്ക്, നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഏരിയകളെ 4ആയിട്ട് തിരിക്കാം. മണി ഏരിയ, റിലേഷൻഷിപ്പ് ഏരിയ, ഹെൽത്ത് ഏരിയ, കരിയർ ഏരിയ. അങ്ങനെ 4 ഏരിയ ആയിട്ട് തിരിച്ച് ഇനി നമ്മൾ ഈ 4 ഏരിയയിൽ സെപ്പറേറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ഇന്ന് മണി ചലഞ്ചാണ്. ഏറ്റവും കൂടുതൽ പേര് എനിക്ക് മെസ്സേജ് അയച്ചതും എന്നെ പേഴ്സണലി വിളിച്ചതും എല്ലാം മണിയാണ് ബ്ലോക്ക്, മിക്കവർക്കും മണി ബ്ലോക്കാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മണി ചലഞ്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 2-3 ദിവസത്തേക്ക് നമ്മൾ മണി ഏരിയയാണ് നോക്കുന്നത്. മണിയിൽ എവിടെയാണ് നമുക്ക് ബ്ലോക്ക് ഉള്ളത്, ഈ ബ്ലോക്ക് നമ്മൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ള മണി ചലഞ്ചാണ് ഇനിയുള്ള 4-5 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ്, പിന്നെ ഹെൽത്ത്, പിന്നെ കരിയർ, ആ ഒരു രീതിയിലാണ് നമുക്ക് ചലഞ്ചസ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിനെ നമുക്ക് ഹീൽ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ മണി ചലഞ്ചാണ് ഇന്ന് നമ്മളുടെ. നിങ്ങൾക്ക് പൈസ എന്ന് കേട്ടാൽ എന്താണ്, പൈസയെക്കുറിച്ചുള്ള സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മണി ചലഞ്ചിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മൾ പൈസയുടെ കഥയാണ്, നമ്മളും പൈസയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അതിൻ്റെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പൈസയുമായിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനും പൈസയുമായിട്ടല്ലേ റിലേഷൻ വരേണ്ടത്, അല്ലാതെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും പൈസയുമായിട്ട് റിലേഷൻഷിപ്പ് വരുന്നത് ഞാനുമായിട്ട് എങ്ങനെയാണ് ബന്ധമുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മൾ പറയാറില്ലേ, പണക്കാരുടെ മക്കൾ പണക്കാരായിട്ടും പാവപ്പെട്ടവൻ്റെ മക്കൾ പാവപ്പെട്ടവരായിട്ട് മാറുമെന്ന് കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും നോക്കാം, നിങ്ങളുടെ പൈസയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പൈസയുമായിട്ട് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. നിങ്ങളുടെ അമ്മയും അച്ഛനും വളരെ സ്ട്രഗിൾ എടുത്തിട്ടാണ്, പൈസയ്ക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മക്കൾ 3 പേരുണ്ടെങ്കിൽ 2 പേര് സ്ട്രഗിൾ എടുക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരാൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ വന്നു കാണില്ല, ബാക്കി 2 പേര് അതിൽ സ്ട്രഗിൾ എടുക്കുന്നവരായിരിക്കും. അതുപോലെ നിങ്ങളുടെ അമ്മയും അച്ഛനും പൈസയെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസയെ ചൊല്ലി വഴക്കുണ്ടാക്കേണ്ട സിറ്റുവേഷൻസ് വരും. അതായത് ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന മണിയുമായിട്ട് നിങ്ങളുടെ ആദ്യത്തെ അടുപ്പം തന്നെ അമ്മയും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ മണി ബ്ലോക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഈ പൈസയുമായിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൈസയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഉള്ളത് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനുള്ളതും കൂടി നിങ്ങളിൽ എഫക്റ്റ് ആകും. അതാണ് 1-മത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പൈസയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? അവർ സ്ട്രഗിൾ എടുത്തതായിരുന്നോ? അവർക്ക് കടക്കാരൊക്കെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാൾക്ക് കടബാധ്യത ഉണ്ടാകും. അതുപോലെ അമ്മയും അച്ഛനും തമ്മിൽ പൈസയെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും പൈസ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ടെൻഡൻസി ആയിരിക്കും നിങ്ങൾക്ക് പല രീതിയിലും സാമ്പത്തികമായിട്ടുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാകാൻ ലൈഫിൽ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡുമായിട്ട് നമ്മളുടെ ഈ പൈസയ്ക്ക് വളരെയധികം ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളുടെ പാരൻസിന് മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, നിങ്ങളുടെ പാരൻസിന് മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇനി 2-മത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൈസ എന്ന് കേട്ടാൽ എന്താണ് ഓർമ്മ വരുന്നത്? മണി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ്സാണോ? നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണോ? ടെൻഷനാണോ? പേടിയാണോ? എന്താണ് പൈസയുമായിട്ട് നിങ്ങൾക്കുള്ള വികാരം?
പൈസ എന്ന് കേട്ടാൽ, വികാരമല്ല, പൈസ എന്ന് കേട്ടാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഫീലിങ്സ് എന്താണ്, അതാണ് എഴുതേണ്ടത്. സെക്കൻഡ് വൺ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണിയുമായിട്ട് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു എനർജി വൈസ് ആയിട്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പൈസയെ പേടിയാണെങ്കിൽ പൈസ നിങ്ങളിലേക്ക് വരാനും പേടിക്കും. അതുപോലെ പൈസയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമാണെങ്കിൽ നമുക്ക് പൈസ നമ്മളിലേക്കും പെട്ടെന്ന് എത്തും. അപ്പോൾ പൈസ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് എന്താണ്? എന്ത് വേണേൽ എഴുതാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക. നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമുക്ക് എന്താണോ പൈസയെ പറ്റി തോന്നുന്നത് അത് എഴുതുക. ഇനി മൂന്നാമത്തത്, പൈസ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ, സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണ്? പൈസ സ്വീകരിക്കുമ്പോൾ സന്തോഷമാണോ? തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും അല്ലേ? നമ്മുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വികാരം സന്തോഷമായിരിക്കും. പക്ഷേ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ, പൈസ ചിലവാകുമ്പോൾ ഉള്ള വികാരം എന്താ? ഒരിക്കലും സന്തോഷമായിരിക്കില്ലല്ലോ. പൈസ സന്തോഷത്തോടെ ചിലവാക്കുന്നവരുണ്ടോ? കുറവായിരിക്കും അല്ലേ? ഈ പൈസ സന്തോഷത്തോടു കൂടി അല്ലാതെ ചിലവാക്കുന്നവർക്കെല്ലാം മണി ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണേ. പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? സങ്കടമാണോ? വിഷമമാണോ? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കിട്ടിയ പൈസയൊക്കെ തീർന്നല്ലോ എന്നുള്ള ആശങ്കയാണോ? പേടിയാണോ? പൈസ കംപ്ലീറ്റ് തീർന്നു പോയല്ലോ എന്നുള്ള പേടിയാണോ? എന്താണ് നമുക്ക് പൈസ ചിലവാക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന വികാരം എന്താണ്? തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ നമ്മൾ പൈസ ചിലവാക്കുമ്പോൾ പേടിക്കുന്നവർക്ക് മണി ബ്ലോക്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാകും. പൈസ ചിലവാക്കുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, സന്തോഷത്തോടു കൂടി ചിലവാക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മണി എന്ന് പറയുന്നത് നമ്മളിലേക്ക് നമ്മൾ വെറും ഒരു ചാലകം മാത്രമാണ്, പണത്തിൻ്റെ ചാലകം മാത്രമാണ്. നമ്മളിലൂടെ പൈസ സർക്കുലേറ്റ് ചെയ്യുക. മണി ഒരു എനർജിയാണ്. അപ്പോൾ അതിനെ സ്റ്റക്കായി വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റക്കായി പോകും, അത് നമ്മളിലേക്ക് വരില്ല. അപ്പം നമ്മളിലൂടെ പൈസ ഒഴുകി പോകണം. പൈസ വരുന്നു ചിലവാകുന്നു, പൈസ വരുന്നു ചിലവാകുന്നു, ആ ഒരു രീതിയിൽ സർക്കുലേറ്റ് ആയി പോവുക എന്നുള്ളതാണ് മണിയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ ഒരു രീതിയിൽ പൈസ ചിലവാക്കുമ്പോൾ വിഷമിക്കുന്നവരുടെ അടുത്തേക്ക് പൈസ വരില്ല. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ, പൈസ ചിലവാക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണ്? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 ലിമിറ്റിംഗ് ബിലീഫ് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുണ്ട്. പണം തിന്മയാണ്, പൈസയുള്ളവൻ അഹങ്കാരിയാണ്, അല്ലേ? എനിക്കൊക്കെ കൊച്ചിലേ തൊട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അസുഖമൊന്നും വരാത്തത്, പൈസ ഉള്ളവർക്ക് അസുഖമൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നെ ശരിക്കും ബ്ലോക്ക് ചെയ്യിച്ചത് അതായിരുന്നു. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ കുഞ്ഞിലേ തൊട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് പൈസ ഉള്ളവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അവരൊരുപാട് റിലേഷൻഷിപ്പിൽ വിഷമിക്കും, പൈസ വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പൊക്കെ പോകും. അങ്ങനെ നമുക്ക് കുറേ അധികം പൈസയുമായിട്ട് ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. നമുക്ക് ഒരുപാടുണ്ട്. പണക്കാരെക്കുറിച്ച്, പൈസയെക്കുറിച്ച് ഒക്കെ നമുക്ക് പൈസ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സമാധാനത്തോടെ പോകുന്നു. പൈസ വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ അത് മാത്രവുമല്ല, പൈസ ഉള്ള ആൾക്കാരൊക്കെ തിന്മ ഉള്ള ആൾക്കാരാണ്, തിന്മക്കാരാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പൈസയുള്ളവരാണ്, അവർക്കൊന്നും വലിയ നന്മയൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ഒരു പരിധി വരെ പഴയകാല സിനിമകൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. കാര്യം പണ്ടത്തെ സിനിമകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതിലെ വില്ലന്മാരെപ്പോഴും പണക്കാരായിരിക്കും അല്ലേ? പാവപ്പെട്ട വില്ലനെ നമുക്ക് മഷിയിട്ട് കണ്ടാൽ പോലും പഴയ സിനിമകളിൽ കാണാൻ കിട്ടില്ല. പണക്കാരായിരിക്കും എല്ലാ വില്ലന്മാരും, നായകന്മാരെല്ലാം പാവപ്പെട്ടവരായിരിക്കും. അപ്പം നമ്മളുടെ കുഞ്ഞു മനസ്സിലെ നമുക്ക് സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പൈസയെ സംബന്ധിച്ച്. അതും നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വരുത്തിയിട്ടുണ്ട് ഈ പഴയകാല സിനിമകളൊക്കെ. പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ കാലഘട്ടത്തിൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, പണക്കാർ വില്ലന്മാർ, പാവപ്പെട്ടവർ നായകർ, അതാണ് കഥ. വില്ലന് ദയനീയമായ അന്ത്യം ഉണ്ടാകുന്നു. അപ്പോൾ പണക്കാർക്കൊക്കെ ദയനീയമായ അന്ത്യമാണ്, പാവപ്പെട്ടവരൊക്കെ
നല്ല നന്മയുള്ള ആൾക്കാർ, അങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് പ്രത്യേകിച്ച് 80കളിലെയും 90കളിലെയും അറ്റ്ലീസ്റ്റ് 80കളിലെ 70കളിലും ജനിച്ചവർക്കെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എനിക്കുമൊക്കെ ആ ഒരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ കണ്ടു വളർന്ന സിനിമയും ഞാൻ കണ്ട സാഹചര്യങ്ങളും ഒക്കെ അങ്ങനത്തെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വളർന്ന ആൾക്കാരെ സംബന്ധിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫാണ് കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. വളരെയധികം കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. ഒരിക്കലും അല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് മാത്രമല്ല പൈസ ഉണ്ടാക്കുന്നത്. സ്മാർട്ട് വർക്ക് ചെയ്തും പൈസ ഉണ്ടാക്കാം. നമ്മളുടെ ടാലൻസ് നമുക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കാം. നമ്മളുടെ ഹാർഡ് വർക്ക് കൊടുക്കുന്നതിനെക്കാട്ടി നമ്മളുടെ ടാലൻസ് കൊടുത്ത് നമുക്ക് പൈസ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുക. അപ്പോൾ അതും തെറ്റാണ്. എന്നാലും നിങ്ങൾക്കുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾ 10 എഴുതുക. 10 ലിമിറ്റിംഗ് ബിലീഫ് എഴുതുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന 3 ലിമിറ്റിംഗ് ബിലീഫ് സർക്കിൾ ചെയ്തുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ നമ്മുടെ മണി ചലഞ്ചിൽ നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് മനസ്സിലാകുന്നു. എൻ്റെ ചലഞ്ചിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടില്ലേ, ഇത്രയും കുട്ടികൾ എൻ്റെ ചലഞ്ചിൽ പങ്കെടുക്കുന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. സാധാരണ നമ്മളൊരു ചലഞ്ചൊക്കെ ഇട്ടാൽ വളരെ കുറച്ച് പേരൊക്കെ ആയിരിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷെ ഒത്തിരി പേര് എന്നെ വിളിക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നു എന്നും അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇത്തരം വർക്കുകൾ ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഇന്നത്തെ ചലഞ്ചിൽ പങ്കെടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നൊക്കെ ഉള്ളതും കൂടെയൊക്കെ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പം താങ്ക് യു സോ മച്ച്.